അപ്പൊ നമ്മുടെ ചക്കയെല്ലാം ഇവിടെ എത്തി കേട്ടോ. ഇത് വണ്ടിയിൽ നിന്ന് എങ്ങനെ ചേട്ടായി കൊണ്ടുവന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കാണാണ്ട് ഇവിടെ എത്തിയത്. രണ്ടാളെങ്കിലും പിടിക്കാതെ ഇവിടെ എത്താൻ വഴിയില്ല. അത്രയും വലിയ ചക്ക കേട്ടോ. ഇതൊരു 50 കിലോ വരില്ലേ? 50 കൂടുതലുണ്ട് കേട്ടോ. അത്രയും വില. പക്ഷെ ഇത് നേരിട്ട് കാണുമ്പോൾ പേടിച്ചു. വീഡിയോയിൽ എനിക്ക് അത്രയും വലിപ്പമായിട്ട് തോന്നുന്നില്ല കേട്ടോ കാണുമ്പോൾ. അപ്പൊ ഞങ്ങള് ഇവിടെ എത്തിച്ച്. പിന്നെ കുറെ മാങ്ങയുണ്ട്, പിന്നെ ഒരു ചക്കയും കൂടെ ഉണ്ട്. അപ്പൊ ഈ ചക്ക നമ്മൾ മുറിക്കുവാണ്. മുറിച്ചിട്ട് ഫ്രീസറിൽ വെക്കണം, അല്ലെ പഴുത്തു പോയ പണി കിട്ടും നമുക്ക്. ഇത് നമ്മുടെ തേൻ വരിക്ക കേട്ടോ. വലിയ ചക്ക കൂഴയാണോ വരിക്കയാണോ എന്ന് അറിയില്ല, അതുകൊണ്ടാണ് മുറിച്ച് വെക്കണം എന്ന് ഞാൻ പറഞ്ഞത്. കുറച്ച് വറക്കണം, പിന്നെ കുറച്ച് ഫ്രീസറിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അനിയനെല്ലാം വരുമ്പോൾ പുഴുങ്ങുമെല്ലാം ചെയ്യാം. കുറേ നാൾ നിൽക്കും കേട്ടോ. പണ്ട് ഞാൻ കൊണ്ടുവന്നിട്ട് 1 വർഷം വെച്ചിട്ട് തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. തേങ്ങ അധികം എടുത്തില്ല, ഇവിടെ വന്ന് ഞാൻ പൊട്ടിപ്പോവല്ലേ തേങ്ങ, അതുകൊണ്ട് വെയിലത്ത് പൊട്ടുന്നുണ്ടോ, അതുകൊണ്ട് കുറച്ചേ കൊണ്ടുവന്നിട്ടുള്ളൂ. പപ്പായ ഉണ്ടായിരുന്നു, അപ്പൊ കുറെ ഒന്നും എടുത്തില്ല. പപ്പായ 2 പച്ച പപ്പായ, ഇതൊക്കെ ഇവിടെ കിട്ടാത്ത സാധനമല്ലേ. പിന്നെ ഈ മാങ്ങയെല്ലാം അമ്മച്ചി ഇങ്ങനെ പൊട്ടിയ മാങ്ങയെല്ലാം വേറെ ആക്കി തന്നിട്ടുണ്ട്. പൊട്ടാത്തയെല്ലാം ഇത് പേട അരിഞ്ഞിടണമെന്ന് പറഞ്ഞിട്ട് തന്നോ. അരിഞ്ഞ അമ്മച്ചി തരുമായിരുന്നു, പിന്നെ സമയമില്ലാത്തതുകൊണ്ടോ. കൊണ്ടുവന്നിട്ടുണ്ട് നമ്മള്. ഇഷ്ടംപോലെ മാങ്ങയുണ്ട് കേട്ടോ. പിന്നെ നമ്മള് പറിക്കാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട്, പിന്നെ വലിയ മണ്ടയിലായതുകൊണ്ട് ഭയങ്കര കഷ്ടമാണ് പറിച്ചെടുക്കാൻ. താഴെ വീണാൽ പൊട്ടിപ്പോലെ. അപ്പം അത്യാവശ്യം മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ അച്ചാറിടുന്നുണ്ടല്ലോ, അപ്പം അച്ചാറിന് വേണ്ടിയിട്ടാട്ടോ മാങ്ങ കൊണ്ടുവന്നത്. മാങ്ങാച്ചാറുണ്ട്, മാങ്ങാച്ചാർ ഇട്ടിട്ട് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. ഇത് 2 പേരൊക്കെ 3 കിട്ടുള്ളൂ. അതൊന്നും പറിക്കാൻ വേണ്ടി പോയില്ല, അതാണ് പ്രശ്നം. പിന്നെ നമ്മൾ ചക്ക, അപ്പോൾ നമ്മുടെ എമണ്ട ചക്ക നമ്മളിപ്പം മുറിക്കാൻ പോവാണ്. അപ്പം നമ്മുടെ ചക്ക പഴുത്ത പോലെ തോന്നുന്നുണ്ട് മുറിക്കുമ്പോൾ. ആ സൗണ്ട് കേൾക്കുമെങ്കിൽ അങ്ങനെ തോന്നുന്നുണ്ട്. ചക്ക പഴുത്തിൽ വരയ്ക്കുകയാണോ പോവുകയാണോ എന്ന് അറിയില്ല, അതാണ് പ്രശ്നം. പണ്ടും മീനിന്റെ ആദ്യത്തെ ചക്ക നമ്മളിവിടെ കൊണ്ടുവന്നു. പക്ഷേ ഇത് ചക്കയില് കൊള്ളാനുള്ള കത്തിയില്ല, കുഞ്ഞി കത്തിയല്ലേ. നാളെ ഈ പന്നച്ചാക്കിലൊക്കെ വെച്ച കേട്ടോ. അമ്മ മുളഞ്ഞൊക്കെ ആവുന്നുണ്ട്, അങ്ങനെ എടുത്തോണ്ട് വന്നതാ. വണ്ടിയിൽ മുളഞ്ഞൊന്നും ആവാതിരിക്കാൻ വേണ്ടി. പക്ഷെ ചക്ക വന്നിട്ട് പഴുത്ത ലക്ഷണം കാണുന്നു. എന്താവും മാതാവേ, അന്ന് കൊണ്ടുവന്നപ്പം പഴുത്തിട്ടൊന്നും ഇല്ലായിരുന്നു. ചതഞ്ഞു പോയല്ലേ. എന്ത് മണ്ടയില ഉണ്ടായത് ഈ സാധനം. പോയി. മുറിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ തിരിയും ചക്ക പഴുത്തുന്നു. ഇത് പഴുത്തിട്ടുണ്ട്, ഇത് വെട്ടിയിറക്കണ്ടാവും തിരിച്ചങ്ങോട്ട്. വെക്കാറത് കൊണ്ടുവന്നേണ്ട അവസ്ഥ. അയ്യോ പഴുത്താ, പഴുത്ത് മാതാവേ പഴുത്തു. എന്തൊരു കഷ്ടം. ഇത്രയും വലിയ ചക്ക ഒന്നും ചെയ്യാൻ പറ്റൂല. കൂഴയാണ് പണിയും കിട്ടും. പക്ഷെ കൂഴ ഒരു കഷ്ടമാണ്. എന്നാ മറ്റേ 5-6 ചക്ക അത് പറിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. എന്തിനാണോ ഈ സാഹസത്തിൽ മുതിർന്നത് അല്ലേ. ഈ ഒരു ചക്ക ഇടാൻ കയറിയ സമയം ഉണ്ടെങ്കിൽ 10 ചക്ക മറ്റേ പ്ലാവേ നിട്ടിട്ട് വന്നാൽ മതിയായിരുന്നു. ഇത് കഷ്ടമാണ്. ആഗ്രഹങ്ങളെല്ലാം പോയിട്ടോ. കാരണം ചക്ക കൂഴച്ചക്കയാണ്, പഴുത്തും പോയി. ഒന്നിനും കൊള്ളൂല. ഇത്രയും കഷ്ടപ്പെട്ട് കെട്ടിക്കൊണ്ടെന്ന് ഇത് ഇടാനുള്ള സമയം പോലും എന്തോരം മെനക്കെട്ടിട്ടാണ് അറിയതിട്ടെ. വേറെ ചക്ക ഉണ്ടായിരുന്നു. എന്തൊരു കഷ്ടമാണ് കർത്താവേ. ഇനി എന്നാ ചെയ്യും? ഇനി ഇത് താഴ്ത്തിറക്കേണ്ട അവസ്ഥ ഒന്നും. ഇങ്ങനൊക്കെ ഇവിടെ എത്തിച്ചത് നമുക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ. എന്റെ ദൈവമേ, അവിടുന്ന് വണ്ടി കയറ്റാൻ എല്ലാരും കൂടെ സഹായിച്ചിട്ടാ വണ്ടി കയറ്റിയത്. 10 ചക്ക വേറെ കൊണ്ടുവരായിരുന്നു മര്യാദക്ക്. താഴത്തെ പ്ലാവിലെ ചക്കയാണ്, അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്ത ചക്ക മുറിക്കുകയാണേ. അതും ഇനി പുളിച്ചു പോയി. ഇത് പിന്നെ തേൻ വരിക്കുക. ഇതെങ്കിലും ഒരു 2-3 ഇട്ടോണ്ട് വന്നാല് നല്ല ചക്കയാ. ആ മൂത്ത് വരുന്നുള്ളൂ കേട്ടോ. ഇത് കത്തിക്കൊരു ഉള്ളി മൂർച്ച പോലും ഇല്ല നമ്മള് അല്ലേ. ദൈവം, കൊച്ചിന് ഏതെങ്കിലും വറുത്ത് കൊടുക്കാം. എന്തൊരു കഷ്ടമാണോ. ആ വലിയ ചക്ക ഇടാൻ പോയ സമയത്ത് വേറെ എന്തെങ്കിലും മണിക്ക് പോയെങ്കിൽ ആ ഒരു ചക്കയിടെല്ലാം കൊണ്ട് എന്നോട് സമയം പോയി അല്ലേ. വറുക്കാൻ പറ്റും ചക്ക. നീ ഇതെന്തായാലും കുറച്ചെടുത്ത് പുഴുങ്ങല്ലേ. അങ്ങനെയെങ്കിലും ചക്കപ്പുഴുക്കെങ്കിലും തിന്നെന്ന് വിചാരിക്കാം അല്ലേ. മീൻകറിയും ചക്കപ്പുഴുക്കും ഉണ്ടാക്കാം.
അപ്പോൾ ആ മീനൊക്കെ മേടിച്ചിട്ട് വന്നേ. മീനെല്ലാം ഫ്രീസറിൽ രാവിലെ തന്നെ ചേട്ടായി കഴുകി പെറുക്കി വെച്ചു, അല്ലെങ്കിൽ അതും കുളമാവൂലേ. നാട്ടിൽ പോയി വന്ന ഒരു മെനക്കെട്ട പണിയാണ്. എൻ്റെ ദൈവമേ, ഇത്രയും വലിയ ചക്ക ചതിക്കുമെന്ന് ആദ്യമായിട്ട് കേൾക്കും. എന്നാലും എൻ്റെ ചക്ക ഇവിടെ വന്നിട്ട് നീ ഇങ്ങനെ പഴുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ എന്നാ കൊണ്ടുവരണ്ടായിരുന്നു, അവിടെ നിന്ന് ഇട്ടപ്പോഴേ പൊട്ടി അങ്ങ് പോയാൽ മതിയായിരുന്നു. മര്യാദക്കാരോ പറഞ്ഞതാ മുറിച്ച് നോക്കിയിട്ട് കൊണ്ടുപോയാൽ മതി. ആരോ ആണ്, ചേച്ചിയാണോ ചേട്ടാണെന്ന് അറിയില്ല, കോടാലി എടുത്തോണ്ട് വരാം. എന്തിനാണോ ഈ സാഹചര്യത്തിന് മുതിർന്നത്? കുരു മാത്രമുണ്ട്, ചക്കക്കുരു. മഴക്കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കാം നമുക്ക്. കർക്കിടക മാസത്തെ പുഴുകി കഴിക്കാം ചക്കക്കുരു. എടുത്തു നോക്കണം. എന്നെ കൊണ്ടാവും കൂടിയില്ല ഈ തടിയും ചക്ക വെട്ടാൻ. ചെറിയ ചക്ക വെട്ടാം, ഇനിയിപ്പം വേറെ വഴിയൊന്നുമില്ല. കുരു നല്ല കുരുവാ. ആ ശരിയാ, അളിഞ്ഞു വിളയാ കൂഴ. പിന്നെ എല്ലാരും അങ്ങനെ എന്തൊക്കെ ചെയ്തു വെക്കും. പൂച്ച വിഴുങ്ങലോ? ആ പഴുക്കും, പക്ഷെ ഇവിടെ മണത്തിട്ട് ഈ പരിസരത്ത് ഇരിക്കൂല ചക്കപ്പഴത്തിന്റെ. എന്ത് കഷ്ടമാണ്. സാരല്ല, പോട്ടെ. ഇനി പോകുമ്പം പറിച്ചോണ്ട് വരാലോ അല്ലേ. ഇനിയിപ്പോ മഴക്കാലാകുമ്പോ ചക്കയിൽ വെള്ളം കയറൂലേ. അത് ജൂൺ മാസത്തിലാ. നീ ഇങ്ങനത്തെ അബദ്ധം ചെയ്യണ്ട അല്ലേ. അത് മണ്ടേന്നല്ലേ വീണത്, അത്രയും പൊക്കത്ത്. അങ്ങനെ നമുക്ക് ചക്കയെല്ലാം വെട്ടി ഒരുക്കാം. ചക്കപ്പുഴുക്ക് മീൻകറി ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഈ ചക്ക ഇവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പൊ ഈ ചക്കയും കൊണ്ടൊരു പ്രതീക്ഷയൊന്നുമില്ല അല്ലേ. ഇപ്പൊ ഈ ഒരു ചക്ക കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇത് മാത്രം കുഴപ്പമില്ല, വലിയ മൂപ്പൊന്നും ആയിട്ടില്ല, അത്യാവശ്യം കുറുങ്ങല്ലേ. ഇത് നല്ല മഞ്ഞ നല്ലോണം ചുമന്ന് വരുന്നല്ലേ ഈ ചക്ക. പക്ഷെ തേൻ വരിക കേട്ടോ, ഈ വർഷം താമസിച്ചാ ഉണ്ടായത്. അതുകൊണ്ട് ഇത് കിട്ടിയായിരുന്നു കുഴപ്പമില്ല, സങ്കടം മാറും അല്ലേ. പച്ച ഇങ്ങനത്തെ എടുക്കാവുന്ന മൂത്ത് പോയാൽ ഇവിടെ ഇങ്ങനെ പഴുക്കും. ഈ ഓവർ മൂക്കുന്ന കാരണമാണ് ഓർമ്മ. ഇനിയിപ്പോ ഇത് അവർക്കുള്ള സങ്കടമാവും. ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ നല്ല ചക്ക ഇട്ടിട്ട് ഇവിടെ വന്നുള്ള കുരു പോലും കൊള്ളില്ല എന്ന് പറഞ്ഞാൽ എന്തിനാ കൊള്ളു അല്ലേ. അന്ന് നമ്മൾ കൊള്ളുന്നപ്പോ ഓരോ കുഴപ്പമില്ല. ഞാൻ ഒരു വർഷം അത് ഫ്രീസറിൽ വെച്ചിട്ട് പുഴുങ്ങിയായിരുന്നു, കുറെ കവറിനകത്താക്കിയിട്ട്. അതുകൊണ്ടാണ് ഇന്നലെയും കൊണ്ടുവന്നത്. കുരു പോലും മുള വന്നെന്ന് പറഞ്ഞാൽ എന്തിനു കൊള്ളാം. ചക്കച്ചോളം എടുക്കാൻ പോലും കൊള്ളൂല, കുറഞ്ഞ് നാല് പോലെ. ഇതിന്റെ കുരു കുഴപ്പമില്ലെന്ന് തോന്നുന്നു അല്ലേ. ചള്ളു കുരുവാ. ഈ മാങ്ങ വേഗം പെട്ടെന്ന് ചെയ്ത് വെച്ചില്ല, മാങ്ങയും പോവും കഴുകിപ്പുറത്ത് അല്ലേ. തുടച്ച് ഉണക്കിയിട്ട് വേണ്ട മറ്റേ കുട്ടിക്കകത്തിട്ട് വെക്കാൻ ഭരണിയില്. ഉപ്പുമാങ്ങ ഇടാം, മുറ്റ മാങ്ങ അരിയണം. അമ്മച്ചി ആദ്യം ചോദിച്ചാൽ അത് അരിഞ്ഞിട്ടോന്ന്. അമ്മച്ചി അരിഞ്ഞു തരുവാൻ സമയമില്ലാണ്ട പുള്ളേ. ചക്ക വെട്ടൽ ആരംഭിച്ച് ഇനി വേസ്റ്റ് എല്ലാം കൊണ്ടക്കളയേണ്ട അവസ്ഥ. ഇതല്ലേ കണ്ണൂരിന്ന് ഇവിടെ വന്നിട്ട് കളയാനാണ് ചക്കയോ. വെട്ടി തീരാറായിട്ടോ. ഓരോ വയലോട്ടും പോകും. എത്ര വയറുവേദനയാന്ന് പറഞ്ഞാലും ചക്ക ഇങ്ങനെ ഇരിയുമ്പോ അറിയാണ്ട് ഇങ്ങനെ അതിന്റെ ഒരു കഷ്ണമൊക്കെ വരില്ലേ, അത് അറിയാണ്ട് ഞാൻ വയലിൽ പോലെ ഒന്നും അറിയില്ല. നല്ല വയറുവേദന ചക്ക കഴിക്കുമെന്ന് അങ്ങനെ അറിയാതെ കഴിച്ചോണ്ടിരിക്കും. എന്നാലും എന്റെ ചക്കയെ ഇത് നോക്കി എന്റെ സങ്കടം വരും. എന്തിനാണ് ഇങ്ങനെ ചതി ചെയ്ത്? അവിടെ പൊട്ടിച്ചെതറി വീണാപ്പില്ലേ നമ്മൾ കെട്ടിക്കൊണ്ടില്ലായിരുന്നല്ലോ. എന്നാലും അത്യാവശ്യം വറക്കാനും കൊടുക്കാനും ചക്ക ഏതാണ്ട് ഇതും ചതഞ്ഞ് പൊക്കത്തിൽ ഇട്ടിട്ടോ. ഇതിനി നന്നാക്കി എടുക്കണം. ചതഞ്ഞത് വേണം. ഇതല്ലോ വേണ്ടല്ലോ. ഈ ചക്ക വെട്ടലൊക്കെ ഒരു സുഖമല്ലേ, എല്ലാവരും കൂടെ വേണം. ഇന്നലെ ആണെങ്കിൽ നല്ല രസമായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അതിനുള്ള സമയം ഉണ്ടാവില്ല. ഇന്നലെയാണ് ചക്ക ഇപ്പൊ എല്ലാവരും ഒത്തുമില്ല. ഇഷ്ടമാണെങ്കിൽ എല്ലാവരും എന്നാ രസമായിരുന്നു. ഇന്നലെ ഈ സമയത്തെല്ലാം ചക്കപ്പിളാവിൻ്റെ ഓട്ടിക്കൂടെ മാവിൻ്റെ ഓട്ടിക്കൂടെ ഇല്ലായിരുന്നു. ഇന്ന് ഇവിടെ എത്തിയ ചക്കയ്ക്ക് യോഗവുമില്ല. മര്യാദക്കാണെങ്കിൽ ഇവിടുത്തെ ഫ്രിഡ്ജിന്റെ മര്യാദക്ക് ഇരിക്കായിരുന്നു. അപ്പം വേസ്റ്റ് പോണ്ടേ അനുഭവിച്ചേ.
അല്ലെങ്കിൽ അവിടുന്ന് ചെലവിൽ പോകാനായിരുന്നു. ആ പോയിട്ട് നല്ല പശുക്കൾക്ക് തീറ്റയാവും ഇവിടുത്തെ. ഇവിടുത്തെ പ്രശ്നം എന്താ, നല്ല നാട്ടിൽ ചക്ക തിന്നാലേ രോഗമുണ്ട്. പൊട്ടിയും ചിമ്മണീനും മുളി കയറിയിട്ട് ചക്കയിടാൻ ചിമ്മണി പൊട്ടിയെന്ന് എല്ലാവർക്കും ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. ആ സൗണ്യാണ് കേട്ടോ. അതുകൊണ്ട് പപ്പ നൈസായിട്ട് ഇരുന്ന് അതുവരെ അപ്പൊ നിൽക്കുമായിരുന്നു. ആഘോഷമായി ചക്കയായിട്ട് വേസ്റ്റ്. ആഘോഷമായ പാട്ടുപോലെ എല്ലാവരും ആഘോഷമായിട്ട് ചക്കയിട്ടാ. ഏത് പാത്രം കഴിച്ചു ഉള്ളൂ. ഞാൻ എന്റെ മോൾ കൂടെ വെച്ചോളാം. ഇതെല്ലാം അരിഞ്ഞരിഞ്ഞ് കളയാം. ഇത് വല്യമ്മയോ അമ്മച്ചി അങ്ങനെ കണ്ടാ പറയാം, എല്ലാ പിള്ളേരും ഇങ്ങനെ കളയുന്നു. എന്തോരം അരിഞ്ഞോളെ നോക്കാത്തോണ്ട ഭയങ്കര പ്രശ്നം ഇതിനെടുക്കാം. ഇപ്പൊ അമ്മച്ചിയാണെങ്കിൽ എല്ലാം പൊട്ടിയായിട്ട് എല്ലാം ചെയ്ത്. മാങ്ങ കണ്ടില്ലേ ഇന്നലെ നമ്മൾ ഉറങ്ങുന്ന സമയം കൊണ്ട് എല്ലാം പൊട്ടിയത് വേറെ, പഴുത്തത് വേറെ, ഇച്ചിരി ചറിഞ്ഞത് വേറെ. അമ്മച്ചിക്ക് സമാധാനമില്ലായിരുന്നു. നമ്മൾ മാങ്ങ പറിക്കാണ്ട് മഴ പെയ്യോ, ഇനി പിള്ളേർ മാങ്ങ കൊണ്ടുപോലേ, ചക്ക കൊണ്ടുപോലേ. ഇപ്പൊ ആദ്യമായി ചക്ക പോയപ്പോ. എനിക്ക് എന്നാ വലിയ ചക്ക ഈ ഫോണിൽ കാണുമ്പോ എന്നാ ചെറുതാ. ആ ശരിക്കും നല്ല കണ്ണു തള്ളിപ്പോ. പിന്നെ എങ്ങനെ നമ്മളത് എടുത്തോണ്ട് വന്ന ഈ ചക്ക കൊണ്ട് വിറ്റാൻ മതിയായിരുന്നു. ശരിക്കും ചക്കയൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്നവരുടെ അവസ്ഥ എന്ന് ആലോചിച്ചു. ഇങ്ങനെയൊക്കെ അവർക്കും നഷ്ടമല്ലേ, ഒരറിവുന്നുണ്ടാവും അല്ലേ?